കർത്താവെ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഇന്നത്തെ ആവശ്യത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ നാമത്തിൽ ജീവിത ഭാരങ്ങളിൽ ഇരിക്കുന്നവരെ ഈ പ്രാർത്ഥന കൊണ്ട് പ്രത്യേക ആശ്വാസം പ്രാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അതിജീവിക്കുവാൻ അവർക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരോ രോഗത്തെക്കുറിച്ച് ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടുകൾ തങ്ങൾ രോഗം കൊണ്ട് ഇനി വലയാൻ പോവുകയാണെന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവരുടെ മേൽ, ഓപ്പറേഷന് പേര് നിശ്ചയിച്ചിരിക്കുന്നവരുടെ മേൽ, അവരുടെ ഭവനങ്ങളുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പീഡാനുഭവത്തെ ഓർത്തും പഞ്ചക്ഷതങ്ങൾ ഓർത്തുകൊണ്ടും ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങയുടെ തിരുസന്നിധിയിൽ സ്വീകാര്യമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുടി കൊഴിയുന്നവരുടെ കർത്താവെ, കണ്ണിന് കാഴ്ച മങ്ങുന്നവരുടെ കർത്താവെ, കണ്ണിന് ഓപ്പറേഷൻ ചെയ്യുന്നവരുണ്ട് കർത്താവെ, അങ്ങനെ എല്ലാവരും അങ്ങ് കണ്ണുകളെ സ്പർശിക്കണമേ. മൂക്കിൽ ദശ വളരുന്നവർ, ആന്തരികമായ അപകടങ്ങളിൽ ശിഷ്ടമുള്ളവർ, കർത്താവ് ഞരമ്പുകൾ ബ്ലോക്കുള്ളവർ, എല്ലാവരെയും സമർപ്പിച്ച് മുഴകളുള്ളവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇപ്പോൾ പരീക്ഷ എഴുതുന്ന മക്കൾ കർത്താവെ, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന മക്കൾ, പരീക്ഷ എഴുതി തീർന്ന മക്കൾ, അവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കൾ, യോഗ്യതാ പരീക്ഷ, മത്സര പരീക്ഷ, അങ്ങനെ ഓരോ പരീക്ഷകളിലെയും കർത്താവെ അവരുടെ പെർഫോമൻസ് വളരെ പൂറായിട്ടുള്ളവരുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് നിൻ്റെ കൃപ കൊണ്ട് മാത്രമേ അങ്ങനെ രക്ഷപ്പെടത്തുള്ളൂ. കർത്താവ് അനുദപിക്കുന്ന എല്ലാവരും മേലും നിൻ്റെ അനുതാപത്തിന് നിൻ്റെ അനുഗ്രഹം നൽകണം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. തങ്ങൾക്കുള്ള കാർഷിക വിഭവങ്ങൾ വിറ്റുമാറ്റാൻ പറ്റാത്തവർ, കാർഷിക വിഭവങ്ങൾ കടന്നുപോയവർ, അതിൻ്റെ പേരിൽ തന്നെ പാട്ടത്തിനെടുത്ത് പൈസ വിലക്ക് പലിശ കൂടുന്നവർ, കർത്താവ് അങ്ങനെയൊക്കെ പലിശ കൂടുന്നതനുസരിച്ചുകൊണ്ട് ഇത് വിറ്റുമാറ്റിയാലും കടക്കാരൻ നിലനിർത്താൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാതെ അടുത്ത വിളവെടുപ്പിന് വേണ്ടിയുള്ള സാമഗ്രികൾ സെറ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നവർ, മടുത്ത് തീർന്ന് തുലച്ച് എന്ത് ജീവിതമെന്ന് ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്നവർ, കർത്താവേ നീ അവരുടെ കരുണ തോന്നെ പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർ, എൻ്റെ കർത്താവ് വഴിയില്ലാത്തവർ, നടവഴി പോലും നഷ്ടപ്പെട്ടവർ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി അസമാധാനമില്ലാത്ത കുടുംബങ്ങൾ, മദ്യലഹരിയിലും രാസലഹരിയിലും ഒക്കെ അടിപ്പെട്ടു പോയ കുടുംബങ്ങൾ, കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അവിടെ മെച്ചുന്തമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ നോൻപ് കാലം എന്ന് പറയുമ്പോൾ അനുതാപത്തിൻ്റെ കാലമാണ്. പക്ഷെ എന്തിനനുദപിക്കണം? നമ്മൾ അനുദപിക്കണത് കുമ്പസാരിക്കാൻ വേണ്ടിയാണ്, കത്തോലിക്കര് അതല്ല ഉദ്ദേശം, അതല്ല. അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. സുവിശേഷം എന്താണ് പറയണത്? അനുദപിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ സുവിശേഷം നമുക്ക് നൽകണത് അതനുസരിച്ച് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ നടപടിക്രമം, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ദൈവരാജ്യം സമീപിച്ച് നമ്മൾ ദൈവരാജ്യത്തിലാകുകയാണ്. ദൈവത്തിനാണ് പ്രാധാന്യം കിട്ടേണ്ടത്. അപ്പം നമ്മൾക്ക് ഒരു അടയാളം കിട്ടിയിട്ട് ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, അടയാളങ്ങൾ കണ്ടത് കൊണ്ടാണ്, അപ്പം കഴിച്ച് തൃപ്തരായത് കൊണ്ട് ആണ് നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ള വചനമില്ല ഈശോയുടെ. യോഹന്നാൻ 6:26. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും അപ്പം ഒക്കെ ഒരു അടയാളമാണ്. ശരിക്കും പറഞ്ഞാൽ എന്തിൻ്റെ അടയാളമാണ്? ദൈവരാജ്യം വന്ന് പുലർന്നു കഴിഞ്ഞതിൻ്റെ അടയാളമാണ്. കാര്യം ശക്തിയിലാണ് ദൈവരാജ്യം വരണത്. 1 കൊരിന്ത്യർ 4:20 എടുത്തേ. ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലാണ്. അപ്പൊ ദൈവരാജ്യം ശക്തി എന്ന് പറയുമ്പോൾ എന്താണ്? ശക്തിക്ക് എപ്പോഴും അടയാളം ഉണ്ടാകും.
അപ്പൊ ശക്തിയുടെ അടയാളമാണ് ഈശോ പറയണത്. ശക്തിക്ക് ഇപ്പൊ രോഗസൗഖ്യം നടക്കണത് എന്തുകൊണ്ടാണ്? ആ ശക്തിയുടെ അടയാളമാണ്. പക്ഷെ ശക്തി എന്തിൻ്റെ അടയാളമാണ്? ശക്തിയുടെ അടയാളമല്ല, ദൈവരാജ്യത്തിന്റെ അടയാളമാണ്. മത്തായി 12:28. എന്നാൽ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന കരുതുവിൻ. അപ്പൊ അടയാളം കാണിക്കണത് എന്തിൻ്റെയാണ്? ദൈവരാജ്യത്തിൻ്റെയാണ്. അപ്പൊ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിൻ്റെയാണ്? ശക്തിക്കാണ്. പക്ഷെ ശക്തി എന്തിൻ്റെതാണ്? ദൈവരാജ്യത്തിൻ്റെതാണ്. അപ്പൊ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞതിൻ്റെ അടയാളമായിട്ടാണ് ഇതുപോലെ അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും നടക്കുന്നത്. മത്തായി 16:4. ദുഷിച്ചതും അവിശ്വസ്തവുമായ അതാണ് വിഷയം. ദുഷിച്ചതും അവിശ്വസ്തതുമായ ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോനയുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, അടയാളം അന്വേഷിക്കുന്നവര് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ദൈവത്തെക്കാൾ പ്രാധാന്യം ദൈവത്തിന്റെ അടയാളങ്ങൾക്ക് കൊടുക്കും. മർക്കോസിന്റെ 1:15 വാക്യം. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. കാര്യം സത്യസന്ധമായിട്ടാണ് വിശ്വാസം ആൾക്കാർ സ്വീകരിക്കണമെങ്കിൽ അത് അടയാളം കണ്ടിട്ടാണ് ആൾക്കാർ സ്വീകരിക്കുന്നത്. പക്ഷെ അടയാളങ്ങളിലല്ല കാര്യം ഇരിക്കുന്നത്, ശക്തിയിലാണ്. എന്നാൽ അതിനെ പ്രതിനിധീകരിക്കുന്ന ശക്തിയിലാണ്. എന്നാൽ ശക്തിയല്ല കാര്യം ഇരിക്കുന്നത് എന്തിനാണ്? ദൈവരാജ്യത്തിലാണ്. ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറപ്പെടുന്ന ഒരു സമയം, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ വചനം അനുസരിച്ച് നമ്മുടെ ജീവിതം പുനഃക്രമീകരിക്കേണ്ട ഒരു സമയം. അങ്ങനെ ജീവിതം പുനഃക്രമീകരിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമമാണ് പശ്ചാത്താപം. അതുകൊണ്ടാണ് പറയണത് പശ്ചാത്തപിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ ദൈവരാജ്യത്തെക്കുറിച്ച് അവസാന ശിഷ്യന്മാർ ചോദിക്കും, കർത്താവ് അങ്ങ് രാജ്യം സ്ഥാപിക്കണത് ഇപ്പോഴാണോ എന്ന്. അവസാനം വരെ ഈ വിഷയം ഇങ്ങനെ നിൽക്കുന്ന കാണുന്നത്. അതായത് അവസാനം വരെ മങ്ങാതെ ഇങ്ങനെ തിളങ്ങി നിൽക്കേണ്ട സബ്ജക്റ്റാണ് ദൈവരാജ്യം. അപ്പോൾ കർത്താവ് ഇടയ്ക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് പറയും, ദൈവരാജ്യം അവിടെയാണ് ഇവിടെയാണ് എന്ന് നിങ്ങൾ ആരും പറഞ്ഞാൽ വിശ്വസിക്കരുത്. കാര്യം എന്താണ്? ദൈവരാജ്യം നിങ്ങൾ തന്നെയാണെന്ന്. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ദൈവ തിരുമനസ്സിനെ സ്വയം സമർപ്പിച്ച് ദൈവത്തിൻ്റെ ദൈവകൃപയിൽ ജീവിക്കാൻ തീരുമാനിച്ച് സുവിശേഷത്തിൻ്റെ സാക്ഷിയാകാനും സുവിശേഷത്തിൻ്റെ പ്രയോക്താവാകാനൊക്കെ തീരുമാനിച്ച് സ്വന്തമായിട്ട് തീരുമാനിച്ച് ആൾക്കാർക്ക് ഒത്തിരി പേര് അങ്ങനെ സാക്ഷ്യം പറയുന്നുണ്ട്. അതായത് ചിലർ പറയും ഞങ്ങൾ മരണം വരെ ഉടമ്പടി ജീവിക്കും. അത് നോൺ ക്രിസ്ത്യൻസും പറയുന്നുണ്ട്. എന്താണ്? അവർക്ക് ദൈവരാജ്യത്തിൻ്റെ രുചി മനസ്സിലായി, ദൈവസ്നേഹത്തിൻ്റെ ആധിക്യം മനസ്സിലായി. അതിനുവേണ്ടി സ്വയം സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൈവരാജ്യത്തിൻ്റെ നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം മനസ്സിലായി. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ മരണം വരെ ഉടമ്പടി ജീവിക്കുമെന്ന് പറഞ്ഞത്. നമ്മൾ മരണം വരെ ഉടമ്പടി ജീവിക്കുന്ന ആൾ പറഞ്ഞാൽ അദ്ദേഹം ദൈവരാജ്യത്തിൽ മരണം വരെ നിലനിൽക്കുമെന്നതിൻ്റെ അർത്ഥം. അതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥന.